ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ചൊവ്വാഗ്രഹം കന്നിരാശിയിലേക്ക്, ചിങ്ങം രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് രാശി മാറുന്നു. അതായത് ജൂലൈ 28-ന് ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം കന്നിരാശിയിലേക്ക് രാശി മാറുന്നു. സെപ്റ്റംബർ 13 വരെ ചൊവ്വാഗ്രഹം കന്നിരാശിയിൽ ഉണ്ടാകും. അപ്പോൾ ചൊവ്വാഗ്രഹം കന്നിരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും, അതുപോലെ ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും ഈ കന്നിരാശിയിലേക്ക് ചൊവ്വ രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 7 മുതൽ ഈ ജൂലൈ 27 വരെ ചിങ്ങം രാശിയിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ആ ചൊവ്വ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ആ ചൊവ്വ ജൂലൈ 28-ന് കേതുവിൻ്റെ യോഗത്തിൽ നിന്നൊക്കെ വിട്ട്, കേതുവിൻ്റെ രാശിയിൽ നിന്നൊക്കെ വിട്ട് കന്നിരാശിയിലേക്ക് രാശി മാറുന്നു. സെപ്റ്റംബർ 13 വരെ ആ ചൊവ്വാഗ്രഹം കന്നിരാശിയിൽ ഉണ്ടാകും. കന്നിരാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്. ബുധൻ ചൊവ്വയുടെ ശത്രുഗ്രഹമാണ്. ഇത് ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ കേസ്, നമ്മുടെ കാലപുരുഷന്റെ ശത്രു രാശിയാണ് ഈ കന്നിരാശി എന്ന് പറയുന്നത്. അപ്പൊ ശത്രു രാശിയിലേക്കാണ് ഈ പോരാട്ട വീര്യത്തിന്റെ ഗ്രഹമായിട്ടുള്ള ആ ചൊവ്വാഗ്രഹം കടന്നു വരുന്നത്. അപ്പം ശത്രു രാശിയിലേക്കാണ് ചൊവ്വ വരുന്നത് എങ്കിലും കന്നിരാശിയിൽ 3 നക്ഷത്രങ്ങളിലൂടെയാണ് ഈ ചൊവ്വ കടന്ന് പോകുന്നത്. അതായത് ഉത്തര നക്ഷത്രത്തിന്റെ അവസാന 3 പാദം, അതുപോലെ അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രം. ഉത്തര നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ്. സൂര്യൻ ചൊവ്വയുടെ മിത്രഗ്രഹമാണ്. അത് ദോഷം ചെയ്യില്ല. മറിച്ച് രണ്ടാമത് ഈ അത്തം നക്ഷത്രത്തിലൂടെയാണ് ഈ ചൊവ്വ സഞ്ചരിക്കുന്നത്. അത്തം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. ആ ചന്ദ്രനും ചൊവ്വയുടെ മിത്രഗ്രഹമാണ്. മൂന്നാമതായിട്ട് ഈ ചൊവ്വ സഞ്ചരിക്കുന്നത് ചിത്തിര നക്ഷത്രത്തിലാണ്. ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ്. അപ്പൊ ശത്രു രാശിയിലേക്കാണ് ചൊവ്വ വരുന്നതെങ്കിലും മിത്ര ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലൂടെയാണ് ആ ചൊവ്വ സഞ്ചരിക്കുന്നത്. അത് ഒരു ഗുണാനുഭവം ഉണ്ടാക്കും. ഇപ്പൊ ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 13 വരെ ആ ചൊവ്വ ഉത്തര നക്ഷത്രത്തിലൂടെ, അതായത് സൂര്യന്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മിത്രഗ്രഹത്തിന്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അത് പൊതുവെ ഈ കുറുകാരെ പൊതുവെ എല്ലാവർക്കും ഗുണാനുഭവം ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും. മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യുന്നതിനും അവരോട് ഇടപഴകുന്നതിനും അവരുടെയൊക്കെ ഒരു സഹകരണം നമുക്ക് അവർ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് പൊതുവെ നമുക്ക് പറയാം. അതേസമയം ഈ ആഗസ്റ്റ് 13 വരെ ഈ ഉത്തര നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഈ കന്നിരാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അത് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ തലത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കണം, കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ശത്രുതയൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. ആഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 3 വരെ ഈ ചൊവ്വാഗ്രഹം അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ചന്ദ്രന്റെ നക്ഷത്രമാണ്. അത് കുജന്റെ മിത്രഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് അത് ഗുണം ചെയ്യും. അത്തം നക്ഷത്രം എന്ന് പറയുമ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് പ്രത്യേകിച്ച് കൈകൾ കൊണ്ട് കൈത്തൊഴിലുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നെയ്ത്തുകാര്, തയ്യൽ പണിക്കാര്, അതുപോലെ കൽപ്പണിക്കാര്, അതുപോലെ ശില്പങ്ങൾ പണിയുന്നവര്, അതുപോലെ കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന എഴുത്തുകാരായിക്കോട്ടെ, അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, അതുപോലെ അത്തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ തൊഴിലിൻ്റെ ഉൽപ്പന്നത്തിന് ക്വാളിറ്റി കൂടുകയും അവരുടെ പ്രോഡക്റ്റുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാകുന്ന സമയവും കൂടെ ആയിരിക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പൊതുവെ അവർക്ക് കൈത്തൊഴിലുകളിൽ പ്രാവീണ്യം ഉണ്ടാകുന്ന സമയമായിരിക്കും. സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 13 വരെ ചൊവ്വ
ചൊവ്വയുടെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് പൊതുവെ വളരെ പവർഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ്, എൻജിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ആർക്കിടെക്റ്റുകൾ, കലാകാരന്മാർ, സിനിമാ പ്രവർത്തകർ എന്ന് വേണ്ട ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയുന്നത് ഈ കന്നിരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതായത് ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്നു, മറിച്ച് ശനിയെ ചൊവ്വയും ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് പൊതുവെ ഈ ശനിയുടെ ദൃഷ്ടി ചൊവ്വയിലും ചൊവ്വയുടെ ദൃഷ്ടി ശനിയിലും വരുന്ന സമയം ആയതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ചില വെല്ലുവിളികൾ, ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ വരുമ്പോൾ ചൊവ്വ ശത്രു രാശിയിൽ വരുമ്പോൾ പോരാട്ട വീര്യം കൂടും. ചിലപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഭൂമിയുടെ ഗ്രഹമായതുകൊണ്ട് ഭൂചലനം ഉണ്ടാകും. അതുപോലെ ചിലപ്പോൾ കടൽക്ഷോഭം ഉണ്ടാകും. അതുപോലെയുള്ള മറ്റു നാച്ചുറൽ കലാമിറ്റീസിന് സാധ്യതയുണ്ട്. അപകടങ്ങൾ, ഇഞ്ചുറീസ് ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇതൊരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ്. അതേസമയം ചില പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, എൻജിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യുന്നവർ, ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്ക് ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയവുമായിരിക്കും. അപ്പോൾ അതേസമയം കമ്മ്യൂണിക്കേഷനിൽ, അതായത് ഒരു ശത്രുവിൻ്റെ രാശിയിലാണ് ആ ചൊവ്വ വരുന്നു എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ അതീവ ശ്രദ്ധ വേണം. വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വാക്കുകളിലൂടെ വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതിലൂടെ നമ്മൾ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതാണ് പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളത്. അതേസമയം നമുക്ക് ഈ ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുമ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വ കന്നിരാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ചൊവ്വ കന്നിരാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ധനു കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ചൊവ്വ 5ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. ആ ചൊവ്വ ജൂലൈ 28-ന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് 10ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 13 വരെ ആ ചൊവ്വ ഈ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും. ഇപ്പോൾ കർമ്മസ്ഥാനത്ത് ചൊവ്വ വരുന്നത്, പ്രത്യേകിച്ച് 10ലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ദിഗ്ബലമുള്ള സമയമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 10ൽ വരിക എന്ന് പറയുമ്പോൾ കഴിവതും അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ അവരുടെ പ്രൊഫഷനിൽ, പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ തിളക്കമുണ്ടാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമായിരിക്കും. പ്രൊഫഷണൽ തലത്തിൽ തിളക്കമുണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ നേതൃതലത്തിലേക്കൊക്കെ എത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആദരവ് കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ഈ കൂറുകാർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അതേസമയം ചൊവ്വ ഈ 10ൽ നിൽക്കുമ്പോൾ ഈ തൊഴിലിടത്ത് തർക്കങ്ങൾ ഒഴിവാക്കാൻ, തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്പെക്കുലേറ്റീവ് വർക്ക് വഴി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അവർക്ക് അതിനെ തുടർന്ന് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ഈ ചൊവ്വ 12ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 10ൽ വരിക എന്ന് പറയുമ്പോൾ വിദേശത്ത് തൊഴിലുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതുവഴി വിദേശ ബന്ധം വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകാം. സന്താനങ്ങൾക്ക് വിദേശത്ത് പഠനമോ അല്ലെങ്കിൽ തൊഴിലോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാധ്യത കാണുന്നു. അതേസമയം ഈ കർമ്മസ്ഥാനത്ത് ചൊവ്വ വരുമ്പോൾ മേലധികാരികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. തൊഴിലിടത്ത് ചിലപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലിടത്ത് സുഖം കുറയ്ക്കാൻ ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് അഗ്രസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ കെയർ വേണം. അതുപോലെ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെയൊക്കെ സ്ഥിതി വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസ് ഫോഴ്സിൽ, ഡിഫൻസ് ഫോഴ്സിൽ, ഫയർ ഫോഴ്സിൽ, അതുപോലെ യൂണിഫോം റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് കാണാം. അതുപോലെ തന്നെ കർമ്മസ്ഥലത്തെ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോൾ കർമ്മസ്ഥാനത്ത് ഈ ചൊവ്വ വരുമ്പോൾ നമ്മുടെ തൊഴിലിടത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഒരു അംഗീകാരം നമുക്ക് ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അപ്രിസിയേഷനൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ചിലപ്പോൾ നമുക്ക് വിദേശത്ത് തൊഴിലിന് ആഗ്രഹമുണ്ടെങ്കിൽ ആ തൊഴിലുമായിട്ട് കണക്ട് ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്കൊക്കെ തൊഴിൽ മാറിയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണോ എന്നൊക്കെ വിലയിരുത്തി വേണം അത്തരത്തിലുള്ള തൊഴിൽ മാറ്റങ്ങൾക്ക് ഈ കൂറുകാർ തീരുമാനം എടുക്കേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും ഈ ചൊവ്വാഗ്രഹം കന്യരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ അതിൽ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 4ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. ആ ചൊവ്വ ജൂലൈ 28-ന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 13 വരെ ആ ചൊവ്വാഗ്രഹം ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. അപ്പം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ ഗുണം ചെയ്യുന്ന ഗ്രഹമാണ്. 4ഉം 9ഉം ഭാവാധിപനാണ്. അപ്പം യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ഈ ചൊവ്വ. അപ്പം മാതാവിന് സുഖാനുഭവങ്ങൾ ഉണ്ടാകും. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ ഈ കൂറുകാർക്ക് എന്തെങ്കിലും ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഇപ്പം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ആത്മീയമായ കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒക്കെ അനുകൂല സമയമാണ്. അതുപോലെ ദൂരയാത്രകൾക്ക് അനുകൂല സമയമാണ്. ഗുരു കടാക്ഷമൊക്കെ കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനോ ഈശ്വരചിന്ത കൂടുന്നതിനോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷം കിട്ടുന്നതിനോ അനുകൂല സമയമാണ്. അതേസമയം പിതാവുമായോ സീനിയർ അധ്യാപകരുമായോ ഗുരുക്കന്മാരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 9-ൽ ആ ചൊവ്വയുടെ സ്ഥിതി വരുന്നു. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ്. ആത്മജ്ഞാനം ആർജിക്കുന്നതിന് അനുകൂല സമയമാണ്. അതുവഴിയൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ ദൂരസ്ഥലത്ത്, വിദേശത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പോൾ വിദേശത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ആ ചൊവ്വയുടെ സ്ഥിതി അനുകൂലമാണ്. വിദേശത്ത് പാർപ്പിടം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. 3-ൽ വക്രശനി സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ വക്രശനിയെ ഈ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ 3ാം ഭാവരാശിയിലെ ശനിയെ ഈ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കി പോകണം. സഹോദരങ്ങളുമായിട്ടും അയൽവക്കക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണം.
തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കുടുംബ അംഗങ്ങളുമായിട്ട് വിദേശയാത്രകൾക്കോ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ആത്മീയ മാർഗങ്ങൾ ഒക്കെ അവലംബിച്ച് ആത്മജ്ഞാനമൊക്കെ കൂടുന്നത് അവരുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ സഹായകമാകും എന്ന് തന്നെ മനസ്സിലാക്കുക. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, സ്വാർത്ഥ ചിന്തകൾ, ഇവയൊക്കെ കുറയുന്നതിന് ഈ ആത്മീയമായിട്ടുള്ള മുന്നേറ്റം അവർക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കുംഭക്കൂറുകാർ എന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പം ഈ കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ 28-ന് അവരുടെ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 13 വരെ ഈ ചൊവ്വാഗ്രഹം അഷ്ടമ രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 3ആം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ, ആശയവിനിമയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കർമ്മസ്ഥാനത്ത് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ഈ 10ആം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഈ അഷ്ടമത്തിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് തൊഴിൽ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിൽ സുഖക്കുറവിന് സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് തിരിച്ചു വരുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് നമ്മൾ കാണണം. തൊഴിലിലൊരു ഭയം, തൊഴിലിലൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഈ ചൊവ്വ അഷ്ടമരാശിയിലേക്ക് രാശി മാറുക വഴി. പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ 8ലേക്ക് രാശി മാറുന്നു. അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഷ്ടമത്തിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നവർ, അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്നവർ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, മെഡിക്കൽ റിസർച്ച് നടത്തുന്നവർ, ആഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, ബാങ്കിങ് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർ, IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അനലിറ്റിക് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ സൈബർ സെക്യൂരിറ്റി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ ചൊവ്വ അഷ്ടമത്തിൽ വരുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ വരുന്നത് ചില ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടവും, മറ്റു ചില ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക്, അസ്ട്രോളജേഴ്സിന്, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഈ ചൊവ്വ അഷ്ടമരാശിയിൽ വരിക വഴി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതേസമയം എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഈ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരോടുള്ള വിദ്വേഷം, അവരോടുള്ള പക, അസൂയ, ഇവയൊക്കെ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനുള്ള ഒരു കരുതൽ, ഒരു ജാഗ്രത ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം. സാൻമാർഗികമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ഒരു ശ്രമം ഈ സമയത്തുണ്ടാകണം. ആത്മീയ കാര്യങ്ങളിൽ ആഴത്തിലുള്ള ഒരു പഠനം ഈ സമയത്തുണ്ടാകാമെങ്കിൽ, ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാമെങ്കിൽ, പ്രത്യേകിച്ച് അവർക്ക് ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന്, സ്വയം പരിവർത്തനത്തിന് അത് വഴിയൊരുക്കും. അവരുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനും അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും ഈ ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. മീനക്കൂറുകാർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ, ഉത്തരട്ടാതി, അതുപോലെ രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ചൊവ്വ 2ആം ഭാവാധിപനാണ്, 9ആം ഭാവാധിപനുമാണ്. 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ 28-ന് അവരുടെ 7ആം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 13 വരെ ആ ചൊവ്വ 7-ൽ ഉണ്ടാകും.
അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ദോഷകാരകനല്ല, ഗുണം ചെയ്യുന്നൊരു ഗ്രഹമാണ്. 9ാം ഭാവാധിപനാണ് 7ൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് വിവാഹ ആലോചനകൾ ഉണ്ടാകാവുന്ന സമയമാണ്. എങ്കിലും 7ൽ വക്രശനിയുടെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് ആലോചനകളിൽ തടസ്സങ്ങൾ വരാം, അല്ലെങ്കിൽ നമുക്കൊരു നിശ്ചയത്തിന് കാലതാമസം ഉണ്ടാക്കാം. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ശനിയുടെ ദൃഷ്ടി 7ൽ വരുന്നു എന്നുള്ളത് കൊണ്ട്, ആ 7 നിൽക്കുന്ന ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലകളിൽ, IT പ്രൊഫഷണൽസ്, അനലിറ്റിക് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നടത്തുന്നവർക്ക്, ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അവരുടെ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ദമ്പതിമാർക്ക് അല്പം കെയർ വേണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വഷളാകാതെ നോക്കണം. കഴിവതും ജീവിത പങ്കാളിക്ക് അല്പം പിടിവാശി കൂടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ചിലർക്ക് വിവാഹമോചന കേസുകളൊക്കെ നിലനിൽക്കുന്നവർക്ക് ആ കേസുകളിൽ അനുകൂലമായ വിധി വരികയും വിവാഹമോചനത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും കൂടെ ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 5ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയാണ് ഈ ചൊവ്വ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകും. പുതിയ ഏതെങ്കിലും കരാറുകളിലൊക്കെ ഒപ്പിടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ കരാർ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നതിനും അതുപോലെ പൊതുജനങ്ങൾക്കിടയിൽ അവരുടെ ഒരു ആദരവ് കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസി കൂടാൻ സാധ്യതയുണ്ട്. അത് പ്രയാസങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. അവിടെ കെയർ വേണം. ധനഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളി വഴിയോ ബിസിനസ് വഴിയോ പാർട്ട്ണർഷിപ്പ് വഴിയോ അല്ലെങ്കിൽ വ്യവഹാരം വഴിയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം വഴിയോ അല്ലെങ്കിൽ കരാറ് വഴിയോ അല്ലെങ്കിൽ കുടുംബ ബിസിനസ് വഴിയോ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയോ അല്ലെങ്കിൽ ഉന്നത പഠനം വഴിയോ അല്ലെങ്കിൽ പിതൃ സമ്പത്ത് വഴിയോ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ യൂട്ടറസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അത്തരം ക്ലേശങ്ങളുള്ളവർ അതിന് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തി പോകേണ്ടുന്ന സമയമാണ്. ഇവയിലൊക്കെ ഒരു കെയർ വേണം. ജീവിത പങ്കാളിക്ക് അല്പം ഡോമിനൻസൊക്കെ കൂടുന്ന സമയമാണ്, പിടിവാശി കൂടുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാക്പോരുകൾ, വാഗ്വാദങ്ങൾ, വെല്ലുവിളികൾ, ഭിന്നതകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവയിൽ ഒരു ജാഗ്രത, ഒരു കരുതൽ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. അപ്പോൾ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.